പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു ആണെങ്കിൽ നവ്യയുടെ 5ാം മാസത്തെ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയാണെങ്കിലും വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇല്ല, പുറപ്പെടാൻ തുടങ്ങുമായിരുന്നു എന്ന് നന്ദു തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് അനാമികയാണെങ്കിലും ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. നന്ദു എങ്ങാനും വന്നാലോ എന്നുള്ള ടെൻഷനിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് രേവതിനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രേവതിയാണെങ്കിലും ഞാനും അച്ഛനൊന്നും വരുന്നില്ല അങ്ങോട്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോഴും ഇങ്ങനെ നന്ദു വരുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു എന്ന് രേവതി ചോദിക്കുമ്പോൾ ആരും വന്നിട്ടില്ല, ഞാൻ അവളോട് പ്രത്യേകം വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദുവിനോട് എന്നൊക്കെ പറയൂ കേട്ടോ. ഇനിയിപ്പോൾ അവളെങ്ങാനും വരുമെന്നൊന്നും അറിയില്ല എന്നുള്ള ടെൻഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊക്കെയാണ് കേട്ടോ അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, മോളായിട്ടൊന്നും ചെയ്യാനൊന്നും പോകണ്ട, നേരത്തെ നമുക്കുണ്ടായ ഇതൊക്കെ അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അതിന് പകരം ചോദിക്കാൻ പോയ ആൾ അടി വാങ്ങിച്ചാണല്ലോ തിരിച്ചു വന്നത്, എൻ്റെ സ്വർണം പോയത് മെച്ചെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് ദേഷ്യത്തിൽ. അപ്പോൾ വേണു വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ രേവതി എന്ന് ചോദിക്കട്ടെ. അപ്പോൾ മോളാകെ ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ നന്ദു എങ്ങാനും അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോള് ഇങ്ങനെ അവൾക്ക് വിഷം കലക്കി കൊടുക്കുമെന്ന് പോലും എനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറയട്ടെ. ഒരു പേടിയോടുകൂടിയാണ് കേട്ടോ രേവതി അത് പറയുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവൾ കൊടുക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ അവൾ വിചാരിക്കുന്ന ആൾ തന്നെ അത് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ദോഷം ചെയ്യുന്നത് നമ്മുടെ മൂക്ക് തന്നെയാണ് എന്ന് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് മോളോടൊന്ന് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ മതി, അതാണ് നമുക്ക് നല്ലതെന്ന് പറയൂട്ടോ. പിന്നീട് വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ്, ഇരട്ടച്ചങ്കത്തിയാണ് അവൾ, ഇങ്ങനെ വെറുതെ പറയുന്നതല്ല, അവളുടെ പ്രകടനം നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ മോൾക്ക് ഇങ്ങനെ അവളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ ഇപ്പോൾ അവിടേക്ക് കയറി വന്ന അവളുടെ 2 ചേച്ചിമാരും കരാട്ടയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോളുടെ കാര്യം അവിടെ കഷ്ടത്തിലായേനെ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും മോളോട് കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കാൻ പറയുന്നത് തന്നെയാണ് നല്ലതെന്നാണ് പറയുന്നത് വേണുവാണെങ്കിലും. അപ്പോൾ നമ്മുടെ മോള് കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെയാണ് വേണു രേവതിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ രേവതിക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇനിയിപ്പോൾ അനാമിക തിരിച്ചെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള. പിന്നീട് നവ്യാണെങ്കിലും അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അബി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അബിനോട് ചോദിക്കും, ഈ സാരി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ എന്നെ സ്വന്തം പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണല്ലോ, നീ നല്ല സുന്ദരിയാണെന്ന്, പിന്നെ ഞാനും കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, എന്നാലും ഈ സാരി എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. അബി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിന്നെയാണല്ലോ അയാൾ ആദ്യം സ്നേഹിച്ചത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനത്തെ സമ്മാനമൊക്കെ തരുന്നതെന്ന് പറയുമ്പോൾ നവിക്ക് അത് ഇഷ്ടാവുന്നില്ല, നിന്നെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശേട്ടനാണെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വില കൂടിയ സാരിയൊക്കെ വാങ്ങിച്ചു തന്നത്, എന്നിട്ടും നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ, നീ എനിക്ക് ഇതുപോലെ ഒരു വില കൂടിയ സാരി എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള പലരും നിനക്ക് സാരി വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഇങ്ങനെ അലമാര നിറച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാനുള്ള സാരി ഉണ്ട്, ഇനിയിപ്പോൾ ഞാനും കൂടെ അതിൻ്റെ കൂടുതൽ വാങ്ങി തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും നീയല്ലേ എൻ്റെ ഭർത്താവ്, നീയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് സാരിയൊക്കെ വാങ്ങിച്ചു തരേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നവ്യ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, അറിയാലോ പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അബി തിരിച്ചും ചോദിക്കാനുണ്ട്. അപ്പം എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. അബി അങ്ങനെ പറയുന്ന സമയത്ത് നവ്യയ്ക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനി കുറച്ച് കഴിയുമ്പോൾ ആദർശേട്ടനെ നൈനിനെ ആയിരിക്കും ഈ തറവാടിൻ്റെ താക്കോല് മുത്തശ്ശനെ ഏൽപ്പിക്കാൻ പോകുന്നത്, അതിനെ ഞാൻ സന്തോഷപൂർവ്വം ഇങ്ങനെ അംഗീകരിക്കുകയേ ചെയ്യുള്ളൂ, കാരണം നീ എൻ്റെ ഭർത്താവാണെങ്കിലും നിൻ്റെ കയ്യിൽ ഈ കുടുംബത്തിൻ്റെ താക്കോല് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ കുടുംബം കുട്ടിച്ചോറാക്കും എന്ന് പറയുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ വെറും കമ്പനിയിലെ ജോലിക്കാരനായത് എന്തുകൊണ്ടാണ്, നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല, നീ അത്രയ്ക്കും ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ കുറേ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ അനിക്ക് പോലും ഇങ്ങനെ 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, നിനക്കെന്താ, നിന്നെ വെറും ഇങ്ങനെ കമ്പനിയിലെ ജോലിക്കാരനാക്കിയത് നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണെന്ന് പറയൂട്ടോ. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ടൊക്കെ തന്നെയാണ് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാത്തത്, അങ്ങനെ എങ്ങാനും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൻ്റെ അമ്മയ്ക്കും നിനക്കൊക്കെ അഭയം തന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയാണ്, അതുപോലും ഓർക്കാതെ അവരോടുള്ള ആ സ്നേഹം പോലും കാണിക്കാതെ നീ അവരെ ജീവനോടെ കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇവളെ ജീവനോടെ കുഴിച്ചു മൂടാൻ എന്താ ഒരു വഴി എന്നാണ് കേട്ടോ അബിയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നത്. പിന്നീട് ദേവയാനിയാണെങ്കിലും ആദർശ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സാരി ഉടുത്ത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ ജയൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സാരിക്ക് എന്താ അത്ര പ്രത്യേകത, കുറേ സമയമായല്ലോ ഇതിൻ്റെ ഭംഗി നോക്കി കണ്ണാടിന് മുന്നിൽ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ എനിക്കിങ്ങനെ ഇതുപോലൊരു സാരി ഇതുവരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. ആ സാരീനെ കുറിച്ച് അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മുടെ മരുമകൾക്കും ഇങ്ങനെ ഈ സാരി സെലക്ട് ചെയ്തതിൽ പങ്കുണ്ടാവും എന്ന് പറയുന്ന സമയത്ത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എൻ്റെ മകന് നന്നായിട്ട് അറിയാം എൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ എന്ന് പറയൂട്ടോ. പിന്നീട് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ആദർശിനെ കൊണ്ട് സാരി എടുപ്പിക്കണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാരി എടുപ്പിക്കണം എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈനയ്ക്കും ഇതിൽ ചിലപ്പോൾ പങ്കുണ്ടാവും എന്ന് പറയുമ്പോൾ
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അവനോട് സാരി വാങ്ങിച്ചു തരണ്ടെന്ന് പറയാനൊക്കെ ഇങ്ങനെ ദേവയാനി ചെറിയൊരു ദേഷ്യത്തോടുകൂടി ഇങ്ങനെ ജയനോട് പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ആവില്ല എന്ന് പറയുകയും ചെയ്യും കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ എന്നോട് അങ്ങനെയൊന്നും പറയണ്ടെന്ന് ദേവയാനി പറയുകയും ചെയ്യാണ്. പിന്നീട് ഇങ്ങനെ ആദർശിൻ്റെ സന്തോഷമൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ സന്തോഷത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ സന്തോഷം ഇപ്പം നൈനമോൾ തിരിച്ചു വന്നാണ് എന്ന് പറയൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ എന്നിട്ടും എന്തിനാ ദേവയാനി നീ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ അവളെ ഇങ്ങനെ നിനക്ക് എന്തെങ്കിലുമൊക്കെ വെറുപ്പുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ നവ്യയുടെ 5ാം മാസത്തെ ചടങ്ങ് നന്നായിട്ട് നടത്താമെന്ന് ഞാൻ തന്നെ അല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ അവളുടെ അനിയത്തി ഇങ്ങോട്ട് വരുന്നതിലും ഞാൻ ഇങ്ങനെ എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് അഭിപ്രായം ഒന്നും പറയാനും പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവൾ ഇവിടുന്ന് മാറി നിൽക്കേണ്ട കാര്യം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അനാമികയാണെങ്കിലും നന്ദു അങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ല എന്ന് ദേവയാനി പറയുന്ന സമയത്താണ് കേട്ടോ ജയൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നന്ദുവിനെ ഇങ്ങനെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അനാമികയുടെ അച്ഛനും കൂടെ, അതൊക്കെ അവർ തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അനാമികയുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ അനിയും നന്ദു സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഇങ്ങനെ കനകി അതുപോലെ തന്നെ ഗോവിന്ദനും നയനൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നന്ദു ഈ വീടിൻ്റെ മരുമകളായേനെ. പക്ഷേ അവരിങ്ങനെ അതൊന്നും ഇങ്ങനെ മൂന്നാമത്തെ മകളും കൂടി ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവരുടെ ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോഴാണെങ്കിലും എനിക്കും ഈ വീട്ടിലുള്ള പലർക്കും ഇങ്ങനെ സങ്കടമുണ്ട്, ഇങ്ങനെ നന്ദു അങ്ങോട്ട് മരുമകളായിട്ട് വരാത്തതിൽ എന്ന് പറയാണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിനക്കും ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയേണ്ട അനിയുടെ മുന്നിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ അഭിയും ആദർശമൊക്കെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് എനിക്കും വേണ്ട ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ലാത്ത കാര്യങ്ങളും ഒക്കെ ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് നീ ഇങ്ങനെ നമ്മുടെ മരുമകളെ മാറ്റിയിട്ട് അനാമികയാണ് സ്വന്തം മരുമകൾ എന്നൊക്കെ പറഞ്ഞത്, നിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമികേനെ ഇങ്ങനെ ഒരു അഹങ്കാരിയായിട്ടാണ് വളർത്തിയത് അവളുടെ അച്ഛനും അമ്മയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനിയാണെങ്കിലും ദേവയാനിയോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ജയൻ അങ്ങ് പോകാനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ സാരി എന്തായാലും നല്ല സൂപ്പറായിട്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദേവയാനി പിന്നെയും കണ്ണാടിന് മുന്നിൽ പോയിട്ട് നിന്നിട്ട് ആ ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് അജയൻ്റെ അടുത്ത് വന്നിട്ട് ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മരുമകൾ സെലക്ട് ചെയ്ത സാരി അമ്മായിമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നൈനിയാണത് സെലക്ട് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തേക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ ജയനോട് അജയൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും നൈന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനിനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, മോള് സെലക്ട് ചെയ്ത സാരി എന്തായാലും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നീട് ജയനാണെങ്കിലും ഇങ്ങനെ നൈനിനോട് പറയുന്നുണ്ടായിരുന്നു, തുടക്കം മുതലേ ഇങ്ങനെ പാളിപ്പോയി, അതുകൊണ്ടാണ് മോളെ ഇങ്ങനെ അമ്മ സ്നേഹിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആദർശിൻ്റെ കൂടെ നിർത്തി തന്നെ മോളെ സ്നേഹിച്ചിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി വന്നിട്ട് നൈനയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നൈനയാണെങ്കിലും നൈന സെലക്ട് ചെയ്ത സാരിയാണല്ലോ ദേവയാനി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആകെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയനും അജയനും ഒക്കെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സാരി ഏട്ടത്തിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അജയൻ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ നൈനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാനിത് ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആദർശേട്ടനോട് പറഞ്ഞതാണ് ഈ സാരി നന്നായിട്ട് അമ്മയ്ക്ക് ചേരും എന്നൊക്കെ ഇങ്ങനെ നൈനയും പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്, അത് പുറത്ത് കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് നൈനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കണമെന്ന് നൈനയും പറയാണ്. എന്നാൽ പിന്നെ എൻ്റെ കൂടെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് നൈനേനെ വിളിച്ചുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവരങ്ങ് പോകുന്ന സമയത്ത് അജയനാണെങ്കിലും ഇങ്ങനെ ജയനോട് പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തിക്ക് ഒരുപാട് മാറ്റമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഏട്ടത്തി ആ ഭാഗത്തേക്ക് വരില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ നല്ലൊരു മാറ്റമാണല്ലോ ഏട്ടത്തിക്ക് ഉണ്ടായത് എന്നൊക്കെ പറയാം. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ നൈനമോളെങ്ങാനും ഇവിടുന്ന് തിരിച്ചു പോയാൽ ആദർശിനാകെ സങ്കടമാവുമല്ലോ, ഇപ്പോൾ എന്തായാലും അയാളിങ്ങനെ ആദർശിൻ്റെ സന്തോഷമാണ് ഇങ്ങനെ മുന്നിൽ കാണുന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അങ്ങനെ നൈനമോൾ ഇവിടുന്ന് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അവനോട് ഇങ്ങനെ കുറച്ച് ആവശ്യതയൊക്കെ നടിക്കാൻ പറയണം, എന്നാൽ പിന്നെ ഏട്ടത്തി അങ്ങ് മാറിക്കോളല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്തിട്ട് അജയൻ അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നേ.
പിന്നീട് ദേവയാനി ഇങ്ങനെ അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കവറിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നീട് ആ സാരീനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നയന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നീയും കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല, അതിനിങ്ങനെ നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അത് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും അമ്മയ്ക്ക് നല്ല ചേർച്ചയുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് ദേവയാനി അത് പറയുന്നത്. അപ്പോൾ നയനയോട് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിൻ്റെ വീട്ടുകാർക്ക് ഈ പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് കഴിച്ചു നോക്കുക എന്ന് പറയട്ടെ. അപ്പോൾ ഇതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ അവരിവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോയാലോ, അവരിങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്നല്ലേ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കളിയാക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ദേവയാനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നേ ഇല്ല, അമ്മ ഇങ്ങനെ ആരോടെയൊക്കെ ദേഷ്യമുള്ള പോലെയാണല്ലോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി എന്തായാലും നീ പലഹാരമൊക്കെ എടുത്ത് കഴിച്ചു നോക്കുമെന്ന് പറയുന്ന സമയത്ത് നയനയാണെങ്കിലും അതിൽ നിന്ന് ഒരു പലഹാരമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ എന്നല്ലേ നീ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിനേക്കാളും നന്നായിട്ടുണ്ട് എന്ന് വീണ്ടും നയന പറയുകയാണ് കേട്ടോ. അങ്ങനെ വെറുതെ പറയൊന്നും വേണ്ട, നന്നായെങ്കിൽ മാത്രം നന്നായി എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട് എന്ന് നയന പറയുമ്പോൾ ദേവയാനിക്കാണെങ്കിലും ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നീട് നയനയോടാണെങ്കിലും പുറമേ ദേഷ്യം കാണിച്ചുകൊണ്ടാണല്ലോ ദേവയാനി സംസാരിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ കൂടെ പോയിക്കോളാം എന്നിങ്ങനെ പറയേ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ആകെ ഒരു വിഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ അവസരം മുതലാക്കുകയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ അമ്മ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടുവന്ന് വിചാരിച്ച് നീ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വേണം ജയേട്ടനും ആദർശൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിനല്ലേ നീ ഇങ്ങനെ ശ്രമിക്കുന്നതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഒരിക്കലും അല്ല, അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണ്, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ നയന പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ സന്തോഷം മുന്നിൽ കണ്ട് നീ ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്, ഞാൻ എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നീട് നിനക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ എല്ലാവരുടെയും കൂടെ കഴിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് നയനയാണെങ്കിലും അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണെങ്കിലും ദേവയാനി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊതിയൊന്നും കിട്ടണ്ട, അവിടെ പോയിരുന്ന് കഴിച്ചോ എന്നിങ്ങനെ പറയൂ കേട്ടോ. പലഹാരമൊക്കെ എടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ നയനിക്കാണെങ്കിലും ഒരു അതിശയമാണ് കേട്ടോ ദേവയാനി അങ്ങനെ പലഹാരമൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണെങ്കിലും. എന്നിട്ട് അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ദേവയാനി മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, മറ്റാര് കഴിക്കുന്നതിനേക്കാളും നീ കഴിക്കുന്നതാണ് മോളെ എനിക്ക് സന്തോഷം എന്നിങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി നയനിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.